ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ ഡേ ഇൻ മൈ ലൈഫ്. സോ ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ മോർണിംഗ് റുട്ടീനിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മോർണിംഗ് പേഴ്സണേ ആയിരുന്നില്ല. മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം തൊട്ടാണ് ഞാൻ പിന്നെയും ഈ 5:30-6 മണിയൊക്കെ കാണാൻ തന്നെ തുടങ്ങി. ഇല്ലെങ്കിൽ 9 മണി വരെ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മ ഇപ്പം നാട്ടിൽ പോയോണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 6:30-7 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 5:30-ക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഇന്ന് അമ്മയില്ലാത്ത ഒരു മോർണിംഗ് റുട്ടീനാണ്. ഞാൻ ആദ്യം തന്നെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം ഞാൻ ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവോഷണൽ സോങ്ങോ ഒക്കെ ഇടും. കാരണം രാവിലെ ഒരു പോസിറ്റിവിറ്റി ആണല്ലോ അതൊക്കെ കേൾക്കുമ്പം തന്നെ. അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിലേക്ക് ചെന്നാൽ തന്നെ ഞാൻ ആദ്യം വിൻഡോസ് എല്ലാം ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ രാത്രി കഴുകി വെച്ച എല്ലാ പാത്രങ്ങളും അതാത് സ്ഥലത്തെടുത്ത് വയ്ക്കും. കാരണം എൻ്റെ കിച്ചൺ ചെറുതായതുകൊണ്ട് പാത്രങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് എനിക്ക് കുറച്ചധികം സ്ഥലം ഉള്ളതുപോലെ തോന്നുന്നത്. ഇല്ലെങ്കിൽ തീരെ സ്ഥലമില്ലാണ്ട് വല്ലാണ്ടൊരു മെസ്സി ആകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമായിട്ട് വന്ന് വെറുതെ സോഫയിൽ ഒരു 10 മിനിറ്റോളം ഇരിക്കും. ശരിക്കും ആ സമയത്താണ് ഞാൻ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി, ഇന്നലെ പെൻഡിങ്ങിലായി വെച്ച കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ബഹളം ഇല്ലാണ്ട് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കും. ആ സൂപ്പർ സമയമായിട്ട് ശരിക്കും എനിക്ക് എൻ്റെ ആ ഒരു ദിവസത്തിൽ എൻ്റെ ബെസ്റ്റ് സമയം എനിക്ക് അതാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റിലാക്സ് മോഡൊക്കെ ഓഫാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വർക്ക് മോഡ് ഓൺ ആക്കണമല്ലോ. അങ്ങനെ അതൊക്കെ ഓണാക്കി ഞാൻ കിച്ചണിലേക്ക് വന്ന് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പൊതുവേ എനിക്ക് കുക്കിങ്ങൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഡിഷസും അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. കാരണം പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതാണ് ഹൈലൈറ്റ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവിടെയുള്ള ഏട്ടനും മോളും അമ്മയൊക്കെ പറഞ്ഞതാണ്. അപ്പം ഞാൻ അതുപോലെ തന്നെ വീക്ക് ഡേയ്സിൽ അങ്ങനത്തെ വെറൈറ്റീസ് ഒന്നും തന്നെ പരീക്ഷിക്കില്ല. കാരണം വേറൊന്നുമല്ല, എങ്ങാനും ഫ്ലോപ്പായി പോയാൽ ആകെ പെട്ടുപോകും. തലേ ദിവസം എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. അതാകുമ്പോഴത്തേക്കും നമ്മുടെ പണി പകുതി കുറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രീതി. എനിക്ക് കിച്ചണിൽ ഒരുപാട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് മോളും ഏട്ടനും പോകുമ്പോൾ തന്നെ ഞാൻ എല്ലാ പണിയും ഓൾമോസ്റ്റ് തീർത്ത് വയ്ക്കും. പിന്നെ ഡിന്നറിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഈവനിങ്ങിൽ കയറിയാൽ മതിയല്ലോ. ഇങ്ങനെ രാവിലെ തന്നെ പണി ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കിട്ടുന്ന പോലെ എനിക്ക് തോന്നും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ഞാൻ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ഉള്ളിയും തക്കാളിയും കൂടെ കുക്കറിലിട്ടിട്ട് മഞ്ഞളും മുളകും ഉപ്പും കൂടി ഇട്ട് നല്ലോണം കൈകൊണ്ട് തിരുമും. എന്നിട്ട് വെള്ളവും കൂടെ കുറച്ച് ചേർത്തിട്ട് ഏകദേശം 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇത് അടിപൊളി കറിയാട്ടോ. കാരണം ഈസിയാണ്, അതുപോലെ ടേസ്റ്റുമാണ്. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയാണ് അത്യാവശ്യം. തേങ്ങ കുറച്ച് മതി കേട്ടോ. തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് തേങ്ങ മതി. അപ്പം തേങ്ങയൊക്കെ ചെറിയതിന് ശേഷം തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ ഇട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ അരപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് വറവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. ശരിക്കും പറഞ്ഞാൽ സിമ്പിളല്ലേ. അപ്പോൾ തലേ ദിവസത്തെ കടലക്കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിന് മാച്ചാവുന്ന പുട്ട് തന്നെ ആക്കാമെന്ന്. അതാകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പപ്പണിയാണല്ലോ, ഓൾറെഡി കറി ഉണ്ടല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ഇപ്പുറത്ത് എൻ്റെ കറിയും കൂടെ റെഡിയാവുന്നുണ്ട്. ഞാൻ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് അതിനകത്തെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം വറവിട്ട് കഴിഞ്ഞ് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇപ്പുറത്ത് എൻ്റെ മോഡിഫൈഡ് കടലക്കറിയും കൂടെ റെഡിയാകുന്നുണ്ട് അതേ സമയം. കാരണം ഞാൻ കൂടുതലും 2 അടുപ്പാണ് യൂസ് ചെയ്യാറ്. 3-4 യൂസ് ചെയ്താൽ എനിക്കെന്തോ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ 2 മാത്രം യൂസ് ചെയ്യും. കാരണം ഞാൻ അങ്ങനത്തെ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ടിഫിനിൽ എപ്പോഴും 2 കറിയാണ്. ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ, ഒരു ഒഴിച്ച് കറി, അങ്ങനെയാണ് ഞാൻ എപ്പോഴും കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കറി റെഡിയായതിന് ശേഷം ഇനിയിപ്പം ഞാൻ അപ്പം തന്നെ മാറ്റി വേറൊരു പാത്രത്തിൽ ഒഴിക്കും. വേറൊന്നുമല്ല, എനിക്ക് ആകെ ഈ ഒരു കടായി മാത്രമേ ഉള്ളൂ കറി വയ്ക്കുക. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ അപ്പം കഴുകാൻ നിൽക്കണം. അതുകൊണ്ട് ഞാൻ അപ്പം കഴുകി തന്നെ വയ്ക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കറി റെഡിയായതിന് ശേഷം ഇനി അത് ഉച്ചയ്ക്കത്തുള്ള ലഞ്ചിനുള്ള കറിയാട്ടോ. അതിന് വറവിട്ട്, വേറൊന്നുമല്ല, നമ്മൾ നോർമൽ വറവില്ലേ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അതിനൊക്കെ ശേഷം ഞാൻ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വയ്ക്കും. കൂട്ടത്തിൽ കിച്ചൺ സ്ലാബും കൂടെ ഒന്ന് തുടയ്ക്കും. കാരണം അതാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് കിച്ചൺ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സമയം കണ്ടെത്തണ്ടല്ലോ. അതിന് കൂട്ടത്തിൽ തന്നെ നമ്മുടെ കഴിയുമല്ലോ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നേരത്തെ മീൽ പ്രെപ്പ് ചെയ്ത് വയ്ക്കുന്നതും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ
ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഒക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ചെയ്താൽ നമ്മുടെ മോർണിംഗ്സ് ഹർബറീസ് ഇല്ലാണ്ട് സ്മൂത്തായിട്ട് പോകുമെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കും. അതാകുമ്പോഴത്തേക്കും പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും വീഡിയോസ് ഇടുമ്പോഴത്തേക്കും. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ കിച്ചണിലെ കറി ഉണ്ടാക്കലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ച് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ബാൽക്കണിയിൽ ചെന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ആമീസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് 8:30 ആകുമ്പോഴത്തേക്കും മോള് റെഡിയായി പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ മോർണിംഗ് റുട്ടീൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. പിന്നെ ഇവർ പോയി കഴിഞ്ഞാലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് താഴെ ഒന്ന് ചെറിയൊരു വാക്കിനൊക്കെ പോയി. അപ്പോൾ നിങ്ങളുടെയൊക്കെ മോർണിംഗ് റുട്ടീൻസ് ഇങ്ങനെയാണോ? കമൻറ്റ് ചെയ്യട്ടോ.